നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കടലാശ്ശേരി മാനവം സാംസ്കാരിക വേദി പബ്ലിക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള വേനലവധി ക്യാമ്പിന് തുടക്കമായി. വേനൽക്കൂട് എന്ന പേരിലാണ് ട്രസ്റ്റ് 4ാമത് ക്യാമ്പ് ഒരുക്കിയത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പര്യടനം ഊർജിതമാക്കി UDF സ്ഥാനാർത്ഥി. പുതുക്കാട് ടൗൺ മേഖലയിലായിരുന്നു സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ പര്യടനം. തൃശൂർ നഗരത്തിൽ നിന്ന് രേഖകളില്ലാത്ത 9 ലക്ഷം രൂപ പിടികൂടി. തൃശൂരിലെ ഒരു വ്യാപാരിയിൽ നിന്നാണ് പണം പിടികൂടിയത്. വാർത്തകൾ വിശദമായി. കടലാശ്ശേരി മാനവം സാംസ്കാരിക വേദി പബ്ലിക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള വേനലവധി ക്യാമ്പിന് തുടക്കമായി. വേനൽക്കൂട് എന്ന പേരിലാണ് ട്രസ്റ്റ് 4ാമത് ക്യാമ്പ് ഒരുക്കിയത്. കടലാശ്ശേരി ഉമ്മമ്പിള്ളി മനയിലെ കളിമുറ്റത്താണ് വേനൽക്കൂട് എന്ന വേനലവധി ക്യാമ്പ് തുടങ്ങിയത്. പ്രശസ്ത നടൻ നന്ദകിഷോർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇക്കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ ശ്രീലക്ഷ്മി, ശ്രദ്ധ സുരേഷ് ബാബു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മാനവം സാംസ്കാരിക വേദിയുടെ മാനേജിംഗ് ട്രസ്റ്റി PS ശിവരാമൻ, മുഖ്യ രക്ഷാധികാരി C വിജയൻ, ട്രസ്റ്റ് അംഗം സംഗീത, സെക്രട്ടറി PG രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അറിവിലൂടെ ആത്മവിശ്വാസം, അനുഭവങ്ങളിലൂടെ വ്യക്തിത്വ വികാസം എന്ന ലക്ഷ്യത്തോടെയാണ് വേനൽക്കൂട് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് ക്യാമ്പ് നടക്കുക. വേനലവധി ക്യാമ്പ് ഈ മാസം 12-ന് ഞായറാഴ്ച സമാപിക്കും. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പര്യടനം ഊർജിതമാക്കി UDF സ്ഥാനാർത്ഥി. പുതുക്കാട് ടൗൺ മേഖലയിലായിരുന്നു സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ പര്യടനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ആവേശകരമായ പ്രചാരണത്തിലാണ് UDF സ്ഥാനാർത്ഥി. പുതുക്കാട് ടൌണിലും പരിസര പ്രദേശങ്ങളിലും KM ബാബുരാജ് പര്യടനം നടത്തി. പ്രവർത്തകരിൽ ആവേശം നിറയ്ക്കുന്നതായി സ്ഥാനാർത്ഥിയുടെ പര്യടനം. പുതുക്കാട് ജംഗ്ഷനിൽ വിവിധ കച്ചവട സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, സ്വകാര്യ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ UDF സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. വോട്ടർമാരെ നേരിൽ കണ്ട അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വോട്ടർമാരുടെ പിന്തുണ അഭ്യർത്ഥിച്ചു. വ്യാപാരികൾ, ജീവനക്കാർ എന്നിവരോട് മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ഉയർത്തിക്കാട്ടിയ UDF സ്ഥാനാർത്ഥി വികസനത്തിനൊരു വോട്ട് എന്ന സന്ദേശം പങ്കുവച്ചു. പുതുക്കാട് ടൌണിന് സമീപത്തെ വീടുകളിലെത്തിയ UDF സ്ഥാനാർത്ഥി കുടുംബാംഗങ്ങളുടെ അനുഗ്രഹവും തേടി. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്ത് സ്ഥാപിക്കപ്പെട്ട ചെങ്ങാലൂർ യോഗ സെന്ററും അദ്ദേഹം സന്ദർശിച്ചു. മുൻപ് നടത്തിയ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും പഴയകാല ബന്ധങ്ങൾ പുതുക്കുന്നതുമായി സ്ഥാനാർത്ഥി പര്യടനം. മുൻപ് നടപ്പിലാക്കിയ പദ്ധതികൾ മണ്ഡലത്തിൽ വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് വോട്ടർമാരോട് പറഞ്ഞു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സ്ഥാനാർത്ഥി പര്യടനത്തിന് പ്രവർത്തകർ ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. തൃശൂർ നഗരത്തിൽ നിന്ന് രേഖകളില്ലാത്ത 9 ലക്ഷം രൂപ പിടികൂടി. തൃശൂരിലെ ഒരു വ്യാപാരിയിൽ നിന്നാണ് പണം പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാരിയുടെ കാറിൽ നിന്ന് ഇലക്ഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡാണ് പണം പിടികൂടിയത്. അതേസമയം പഴം മൊത്തക്കച്ചവടക്കാരനായ വ്യാപാരി തന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കാണ് പണം കൊണ്ടുപോയതെന്ന് ഫ്ലൈയിംഗ് സ്ക്വാഡിനെ അറിയിച്ചു. എന്നാൽ രേഖകൾ ഹാജരാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. LDF പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പെരിഞ്ഞനം സെന്ററിലായിരുന്നു റാലിയും പൊതുയോഗവും. CPI കേന്ദ്ര കമ്മിറ്റി അംഗം KP രാജേന്ദ്രൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറി PA സുധീർ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി KK വത്സരാജ, നേതാക്കളായ PK ചന്ദ്രശേഖരൻ, TP രഘുനാഥ, TK സുധീഷ്, സായിദ മുത്തുക്കോയത്തങ്ങൾ, TK രാജു, TK രമേശ് ബാബു, CK ഗിരിജ, KS ജയ, അഡ്വക്കേറ്റ് ശ്രേയസ് ചെരിയാനത്ത് എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്ന LDF എടതിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും. ചന്ദ്രാപിന്നി, എടതിരുത്തി മേഖലകളിൽ നിന്നുള്ള റാലികളിൽ നിരവധി പേർ പങ്കെടുത്തു. ചേന്ദ്രാപിന്നി മേഖലയിൽ നിന്നുള്ള റാലി ഹലുവ തെരുവിൽ നിന്ന് ആരംഭിച്ചു. എടത്തിരുത്തി മേഖലയിൽ നിന്നുള്ള റാലി എടത്തിരുത്തി ബസാറിൽ നിന്ന് ആരംഭിച്ച പുളിഞ്ചോട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. PK ഷാജു അധ്യക്ഷനായി. സ്ഥാനാർത്ഥി KK വത്സരാജ, നേതാക്കളായ KV രാജേഷ്, മുഹമ്മദ് ചാമക്കാല, VK ജ്യോതി പ്രകാശ്, മഞ്ജുള അരുണൻ, AV സതീഷ്, ഷീന വിശ്വൻ, CB അബ്ദുൽ സമദ്, ബൈന പ്രദീപ് എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് റാലിയിലും പൊതുയോഗത്തിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു.
കയ്പമംഗലം അയിരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ഈ മാസം 11-ന് ശനിയാഴ്ചയാണ് ഉത്സവം. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റ് ചടങ്ങിന് മുഖ്യ കാർമ്മികനായി. ഈ മാസം 12 വരെയുള്ള ദിവസങ്ങളിൽ ഉത്സവാഘോഷം നടക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 11:30 മുതൽ പ്രസാദഊട്ട് വിതരണം ചെയ്യും. തിങ്കളാഴ്ച രാത്രി 7-ന് ദേശത്തെ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചൊവ്വാഴ്ച രാത്രി നൃത്തസന്ധ്യ, ബുധനാഴ്ച രാത്രി 7 മണിക്ക് ബാലെ, വ്യാഴാഴ്ച രാത്രി 7-ന് കഥകളി എന്നിവ അരങ്ങേറും. ഈ മാസം 10-ന് വൈകിട്ട് 3 മണിക്ക് തേരുവരവാഘോഷം നടക്കും. രാത്രി 7-ന് ഭജൻസ്, 8:30-ക്ക് തിരുവാതിരക്കളി എന്നിവ നടക്കും. ഉത്സവ ദിവസമായ ഈ മാസം 11-ന് ശനിയാഴ്ച വൈകിട്ട് കാഴ്ചശീവേലി നടക്കും. 12-ന് ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആറാട്ട് ചടങ്ങോടെ ഉത്സവാഘോഷം സമാപിക്കും. LDF കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. റാലിയിലും പൊതുയോഗത്തിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കയ്പമംഗലം കാളമുറിയിൽ നിന്ന് ആരംഭിച്ച റാലി 3 പീടിക ചുറ്റി ബസ് സ്റ്റാൻഡിന് സമീപത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPI എക്സിക്യൂട്ടീവ് അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. TV സുരേഷ് ബാബു അധ്യക്ഷനായി. TK രമേശ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. LDF നേതാക്കളായ മുഹമ്മദ് ചാമക്കാല, VK ജ്യോതി പ്രകാശ്, TP രഘുനാഥ്, ER ജോഷി, നൂറുൽ ഹുദ, NK സുരേഷ്, MD സുരേഷ് എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,670 രൂപ, പവന് 1,09,360 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കടലാശ്ശേരി മാനവം സാംസ്കാരിക വേദി പബ്ലിക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള വേനലവധി ക്യാമ്പിന് തുടക്കമായി. വേനൽക്കൂട് എന്ന പേരിലാണ് ട്രസ്റ്റ് 4ാമത് ക്യാമ്പ് ഒരുക്കിയത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പര്യടനം ഊർജിതമാക്കി UDF സ്ഥാനാർത്ഥി. പുതുക്കാട് ടൗൺ മേഖലയിലായിരുന്നു സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ പര്യടനം. തൃശൂർ നഗരത്തിൽ നിന്ന് രേഖകളില്ലാത്ത 9 ലക്ഷം രൂപ പിടികൂടി. തൃശൂരിലെ ഒരു വ്യാപാരിയിൽ നിന്നാണ് പണം പിടികൂടിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.